മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ വൈകുന്നേരം അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനത്തിൽ നമ്മുടെ നാട്ടിലെ ഗ്രന്ഥങ്ങളും പൈതൃക ശാസ്ത്രവും എന്ന വിഷയത്തെക്കുറിച്ച് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം നടത്താൻ ഭാഗ്യം കിട്ടി. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ പറഞ്ഞതുപോലെ വളരെ വ്യക്തമായിട്ട് മിത്തോളജിക്കൽ സയൻസ് അഥവാ പൗരാണിക ശാസ്ത്രം അത് കഥകളുമായി മിക്സപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പുരാണങ്ങളിലും മഹാഭാരതത്തിലും വാൽമീകി രാമായണത്തിലും വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ഉള്ളത് മിത്തോളജിക്കൽ സയൻസായിട്ട് തന്നെ മാറ്റിവെക്കുക. അതിനെ എടുത്ത് ന്യായീകരിക്കാനോ വിശദീകരിക്കാനോ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് സെമി മിത്തോളജിക്കൽ പുസ്തകങ്ങളുണ്ട്. അർദ്ധ പൗരാണിക ഗ്രന്ഥങ്ങൾ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അർത്ഥശാസ്ത്രം 18 പുസ്തകങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്രം. അതിനകത്ത് ആത്മീയതയേ ഇല്ല, പുരാണമില്ല, കഥകളില്ല, പ്യുവർലി എക്കണോമിക്സ് ആണ്. രണ്ടാമത്തേത് ധനുർവേദം. അത് യുദ്ധതന്ത്രങ്ങളും യുദ്ധ ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. മൂന്നാമത്തേത് ഗാന്ധർവവേദം, നൃത്തം, സംഗീത ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നാലാമത്തേത് ആയുർവേദം, ആരോഗ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഞ്ചാമത്തേത് തച്ചുശാസ്ത്രം, സ്ഥാപത്യവേദം. ഇത് യഥാർത്ഥത്തിൽ ആത്മീയതയുമായിട്ട് പുരാണങ്ങളെയോ ഇതിഹാസങ്ങളെയോ പോലെ ബന്ധപ്പെട്ടിട്ടില്ല. എങ്കിലും അതിനെ സെമി മിത്തോളജിക്കൽ പുസ്തകമെന്ന് പറയാം, അർദ്ധ പൗരാണികം. അങ്ങനെ പറയാൻ കാരണം ഇപ്പൊ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് ഋഗ്വേദത്തിന്റെ ഉപവേദമാണ് എന്നാണ് അറിയപ്പെടുന്നത്. ഋഗ്വേദത്തിന്റെ ഉപവേദം എന്ന സ്ഥാനം അതിനുള്ളത് കൊണ്ട് ആത്മീയതയും കഥകളും ഉപദേശങ്ങളും ഒന്നുമില്ലെങ്കിലും പ്യുവർ എക്കണോമിക്സ് ഗ്രന്ഥമാണെങ്കിലും അതിനെ സെമി മിത്തോളജിക്കൽ എന്ന് വേണമെങ്കിൽ എടുക്കാം വാദപ്രതിവാദത്തിന്. ദ്രോണാചാര്യർ എഴുതിയ യുദ്ധതന്ത്രം, അതിനകത്ത് ആത്മീയതയൊന്നുമില്ല. ധനുർവേദം അഥവാ യുദ്ധതന്ത്രം ആ പുസ്തകം ഇന്ന് ലഭ്യമല്ല. പക്ഷേ മഹാഭാരതത്തിലെ യുദ്ധം, 18 ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധം, ഈ യുദ്ധതന്ത്രം എന്ന പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരണമാണ്. മൂന്നാമത്തേത് സാമവേദത്തിന്റെ ഉപവേദം. ധനുർവേദം അഥവാ യുദ്ധതന്ത്രം യജുർവേദത്തിന്റെ ഉപവേദമാണ്. സാമവേദത്തിന്റെ ഉപവേദമാണ് ഗാന്ധർവവേദം. ഗാന്ധർവവേദത്തിൽ സംഗീതം മാത്രമേ ഉള്ളൂ, സംഗീതോപകരണങ്ങളും ഭരതമുനി എഴുതിയ നാട്യശാസ്ത്രവും. അതിനകത്തും പൗരാണിക ഗ്രന്ഥങ്ങളിലുള്ളതുപോലെയുള്ള യാതൊന്നുമില്ല. നാലാമത്തേത് ആയുർവേദം. ഇന്നും ഭാരതത്തിലെ 600ഓളം കോളേജുകളിലും ഭാരതത്തിന് പുറത്തും പഠിപ്പിക്കുന്ന ആരോഗ്യശാസ്ത്രം. അതിനെയും വേണമെങ്കിൽ സെമി മിത്തോളജിക്കൽ എന്ന് പറയാം. കാരണം അഥർവവേദത്തിന്റെ ഉപവേദമാണെന്ന് സ്ഥാനമുള്ളത് കൊണ്ട്. വാസ്തുവിദ്യ, തച്ചുശാസ്ത്രം, അതും അഥർവവേദത്തിന്റെ ഉപവേദ സ്ഥാനമാണ് ഉള്ളത്. ഈ 5 പുസ്തകങ്ങളിലുള്ളത് ഇന്നും അവൈലബിളാണ്. ഉദാഹരണമായിട്ട് വാസ്തുവിദ്യ, തച്ചുശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കാം. പത്മനാഭസ്വാമി ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന സിവിൽ എഞ്ചിനീയറിംഗ്, തിരുച്ചെന്തൂർ ക്ഷേത്രം, ശുചീന്ദ്രം ക്ഷേത്രം, മധുരമീനാക്ഷി ക്ഷേത്രം, കുംഭകോണത്തെയും
രാമേശ്വരത്തെയും ചിദംബരത്തെയും ഗോപുരങ്ങളും ക്ഷേത്രങ്ങളും മണ്ഡപങ്ങളും നോക്കാം. നമുക്ക് ഭാരതത്തിന്റെ എഞ്ചിനീയറിംഗ് പൈതൃകത്തോട്, സിവിൽ എഞ്ചിനീയറിംഗ് പൈതൃകത്തോട് അല്പം പോലും സംശയം തോന്നാത്ത വിധത്തിലുള്ള അറിവുകളാണ് അതിനകത്തുള്ളത്. അതുപോലെ തന്നെ ജയ്സാൽമീർ പാലസ് ഉണ്ട് രാജസ്ഥാനിലെ താർ മരുഭൂമിയില്. നോർത്ത് ഇന്ത്യയിലെ മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കൊട്ടാരങ്ങളും അതുപോലെ രാജസ്ഥാനിലെ അനവധി കൊട്ടാരങ്ങളും എല്ലാം പൈതൃക ശാസ്ത്രത്തിൽ ഇന്നും കാണാൻ സാധിക്കുന്ന ഉജ്ജ്വലങ്ങളായ ഉദാഹരണങ്ങളാണ്. പുസ്തകത്തിലുണ്ട്, നേരിട്ട് കാണാൻ സാധിക്കും. പുറകോട്ട് തിരിഞ്ഞു വന്നാൽ ആയുർവേദം നോക്കാം. എല്ലാവിധത്തിലുള്ള ഔഷധങ്ങളും ഉണ്ടാക്കാനുള്ള ടെക്നോളജിയും സയൻസും ഇന്നും ഉണ്ടായിരുന്നത് കൊണ്ടാണ്, അന്നുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നും അത് പഠിപ്പിക്കുന്നത്. ആയുർവേദത്തിൽ ആത്മീയതയില്ല, പക്ഷെ ആയുർവേദത്തിൽ സയൻസ് ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എത്ര തരത്തിലുള്ള ഉപകരണങ്ങൾ ആയുർവേദങ്ങൾ ഉണ്ടാക്കാൻ ഫെർമെന്റേഷൻ ടെക്നോളജിയിലാണ്. ആസവവും അരിഷ്ടവും ഉണ്ടാക്കുന്ന മുഴുവനും ഫെർമെന്റേഷൻ ടെക്നോളജിയാണ്. അതുപോലെ തന്നെ ഗാന്ധർവവേദത്തിൽ എത്ര മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകളാണ് വിവരിച്ചിരിക്കുന്നത്. ഇന്ന് ലഭ്യമായ എല്ലാ സംഗീത ഉപകരണങ്ങളും നമ്മുടെ ഗാന്ധർവവേദത്തിൽ വിവരിച്ചിരിക്കുന്നതിന്റെ വ്യത്യസ്ത രൂപഭാവങ്ങളാണ്. വിൻഡ് ഇൻസ്ട്രുമെന്റ്, മെംബ്രെയിൻ ഇൻസ്ട്രുമെന്റ്, സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്, 3 എണ്ണമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കാറ്റ്, ഓടക്കുഴലും നാദസ്വരവും പോലെ, അതുപോലെ മെംബ്രെയിൻ ചെണ്ടയും വാദ്യവും തബലയും എല്ലാം, സ്ട്രിങ് ബുൾബുൾ എടുത്തു കഴിഞ്ഞാലും, അതുപോലെ തന്നെ ഏത് സ്ട്രിംഗ് ഉപകരണങ്ങൾ എടുത്താലും ശരി, അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട് ഗാന്ധർവവേദത്തില്. സയൻസ് അല്ലേ അത്? ധനുർവേദത്തില് സയൻസ് ഉണ്ടോ ഇല്ലയോ അത് പരിശോധിക്കാൻ ബുദ്ധിമുട്ടായ സ്ഥിതിക്ക് വിട്ടുകളഞ്ഞേക്കാം. മഹാഭാരതത്തില് വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിഹാസത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഇന്ന് ആ പുസ്തകം ലഭ്യമായിട്ടുള്ളൂ എന്ന കാരണത്താല് അതിനെടുക്കാൻ പോകണ്ട. അർത്ഥശാസ്ത്രം, എക്കണോമിക്സ്, ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെ താജ് ഹോട്ടലില് ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തെ കുറിച്ചൊരു സെമിനാർ നടത്തിയപ്പോൾ 2800 പ്രതിനിധികൾ പങ്കെടുത്തതിൽ 2000 പേര് ഫോറിനേഴ്സ് ആയിരുന്നു. ഒരു മലയാളിയാണ് അത് സംഘടിപ്പിച്ചത്. അപ്പൊ ഈ ഗ്രന്ഥങ്ങൾ, അർത്ഥശാസ്ത്രവും ധനുർവേദവും ഗാന്ധർവവേദവും ആയുർവേദവും സ്ഥാപത്യവേദവും പിന്നെ ദർശനങ്ങളും വേണമെങ്കിലെടുക്കാം. ദർശനങ്ങളിൽ ആത്മീയതയേ ഇല്ല, അതിനകത്ത് പ്യുവർ സയൻസ് ഉണ്ടതാണ്. അപ്പോ സെമി മിത്തോളജിക്കൽ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഈ സ്പീച്ച് കേൾക്കുന്നവരറിയണം, ഇതിനകത്ത് പുരാണങ്ങളിലെ കഥകളോ ഇല്ലാത്ത ന്യായീകരണങ്ങളോ വേണ്ടാത്ത വിവരണങ്ങളോ ഒന്നുമില്ല. പലപ്പോഴും ബുദ്ധിജീവികളുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും അല്ലെങ്കിൽ ചിന്തകരെന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെയും തലയില് ക്രിസ്ത്യാനികൾക്ക് ഒരു പുസ്തകമേ ഉള്ളൂ, അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഒരു പുസ്തകമേ ഉള്ളൂ എന്ന ധാരണയാണ്. മുസ്ലിങ്ങൾക്കും ഒരു പുസ്തകമേ ഉള്ളൂ, ബുദ്ധമതക്കാർക്കും സിഖ് മതക്കാർക്കും ഒരെണ്ണേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഒന്നിൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന ഉറച്ച തെറ്റിദ്ധാരണയിൽ നിന്നുകൊണ്ടാണ് എഡിറ്റോറിയൽ വരെ എഴുതുന്നത്. അപ്പോ എന്റെ തെറ്റിദ്ധാരണയാണ് ലോകത്തിന്റെ ശരി എന്ന് ധരിച്ചു കുറെ ബുദ്ധിജീവികൾ ഇറങ്ങി പുറപ്പെട്ടാൽ കണ്ണടച്ച് ഇരുട്ടാക്കുന്നു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഉറക്കെ പറയുന്നതും ഒടുക്കം നിർത്തുന്നതും അതുപോലെ ഒന്നും അറിയാത്തതും ആയിട്ടുള്ള വ്യക്തികൾ ആരാണോ ഉള്ളത് അവർക്ക് ജയിക്കാൻ അവസരം നൽകുന്നു ദേശീയ ദിനപത്രങ്ങൾ പോലും. ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരവും പൈതൃകവും പ്രചരിപ്പിക്കേണ്ടവര് സ്വന്തം പത്രത്തെ പോലും ഇതുപോലെയുള്ള ചീപ്പ് കാര്യങ്ങള് എന്റെ രാഷ്ട്രത്തിൽ ഒന്നുമില്ല എന്ന അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടിയിട്ടാണ് അപമാനകരമായിട്ടുള്ള വസ്തുത പൈതൃകത്തെ തിരിഞ്ഞു നോക്കാതെ മുൻവിധിയോടുകൂടി അടിച്ചു പ്രചരിപ്പിക്കുന്നത്. അതിന് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന പേരും പുരോഗമനവാദം എന്ന പേരും പിന്തിരിപ്പനല്ലാത്ത ആശയം എന്ന പേരും എല്ലാവരുടെയും മനസ്സിനകത്തൊരു ഭയമാണ്. ഇവിടെ സയൻസ് ഉണ്ടെന്നെങ്ങാനും പറഞ്ഞുപോയ RSSകാർക്കും BJPക്കാർക്കും അത് പ്രയോജനപ്പെടുമോ എന്ന്.
എന്തിനാ RSSകാരുടെയും BJPക്കാരുടെയും തലയിൽ ഈ നാടിന്റെ പൈതൃകം കൊണ്ട് വെച്ചത്? എല്ലാവരുടെയും തലയിൽ വെച്ചൂടെ? ഒരു ചെറിയ വിഭാഗത്തിന്റെ തലയിൽ കൊണ്ടുപോയിട്ട് അത് വെച്ച് ഈ നാടിന്റെ പൈതൃകത്തെ കുറിച്ച് ആര് സംസാരിച്ചാലും അതൊക്കെ RSSകാരും BJPക്കാരും ആണെന്ന് ധരിച്ച് മുമ്പോട്ട് പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ? ഇത് ഭാരതീയന്റേതാണ്, ഒരു വിഭാഗത്തിൻ്റെതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറയുന്നതല്ലേ ശരി? എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. ഈ സെമി മിത്തോളജിക്കൽ പുസ്തകത്തിനകത്ത് ധാരാളമായിട്ടുള്ള ശാസ്ത്ര പൈതൃകമുണ്ട്. അത്ഭുതകരമായിട്ടുള്ള ശാസ്ത്ര പൈതൃകമാണ്. ഈ 5 എക്കണോമിക്സ് എന്നെടുത്താല് 41 ഡിപ്പാർട്ട്മെന്റുകളിലൂടെ ഒരു രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്നും ആ രാജ്യത്തിനെ എങ്ങനെയാണ് സജ്ജമാക്കേണ്ടതെന്നും സൈക്കോളജിക്കലി, സോഷ്യോളജിക്കലി, ആന്ത്രോപോളജിക്കലി, എക്കണോമിക്കലി, ഫിനാൻഷ്യലി എല്ലാം ഒരു രാഷ്ട്രത്തെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പറയുന്ന സയൻസ് അറിയണമെങ്കിൽ ചാണക്യന്റെ അർത്ഥശാസ്ത്രം പഠിക്കണം. അതൊന്നും പഠിക്കാതെ ഇതൊക്കെ ചുമ്മാ പറയലാണ് എന്ന് പറയുമ്പോൾ, ശരിക്കും പറയുമ്പോൾ അവരെ കുറിച്ച് ഓർക്കുമ്പോഴാണ് അറപ്പ് തോന്നുന്നത്. എന്ത് വാക്കാ ഉപയോഗിക്കേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഹിന്ദു ധർമ്മത്തെ അവഹേളിച്ച് പ്രാകൃതമായ ബൈബിളും പ്രാകൃതമായ ഖുറാനിലുമാണ് എല്ലാം ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ക്രിസ്ത്യാനികളും മുസ്ലിം പയ്യന്മാരും നടക്കുന്നുണ്ട്. ഈ നാടിന്റെ പൈതൃകം എന്താണെന്ന് പോലും അറിയാതെ അവര് പറയുന്നത് കേൾക്കുമ്പോഴും ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ കുറേയധികം കണ്ണടച്ച് ലോകത്തിൽ മുഴുവൻ ഇരുട്ടാണെന്ന് പറഞ്ഞ് നടക്കുന്ന ബുദ്ധിജീവികളും യുക്തിവാദികളും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടതുപക്ഷവും അതുപോലെ നിരീശ്വരവാദികളുമെല്ലാം ഈ യുദ്ധതന്ത്രം ഒന്ന് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ, ധനുർവേദം വായിച്ചു നോക്കിയിരുന്നെങ്കിൽ, ഗാന്ധർവവേദം വായിച്ചു നോക്കിയിരുന്നെങ്കിൽ, ശാർങ്ങധരന്റെ സംഗീത രത്നാകരം ഒരു മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് പോലും വിവരിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ രക്തധമനികളെ കുറിച്ചും ബ്ലഡ് സർക്കുലേഷനെ കുറിച്ചും മസിൽസിനെ കുറിച്ചും, അതൊന്നും ഇന്നത്തെ ശാസ്ത്രത്തിനെതിരല്ല. ഇന്നത്തെ സയൻസ് കൊണ്ട് അത് ശരിയാണെന്ന് തെളിയിച്ചാല് ഇന്നത്തെ സയൻസ് സ്വീകരിക്കുന്നവര് അംഗീകരിക്കേണ്ടി വരും. അത് എഴുതിയ കാലത്ത് ജീവിച്ചിരുന്നവർ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരെ പോലെ അറിവും കഴിവുമുള്ളവരാണെന്ന് അംഗീകരിക്കേണ്ടി വരും. ചിലപ്പോൾ ചിലര് ചോദിക്കാറുണ്ട്, ഇത്രയും കാലം നിങ്ങൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? വെസ്റ്റേണേഴ്സ് തെളിയിച്ചതിന് ശേഷമല്ലേ നിങ്ങൾ ഇതെല്ലാം ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്? വെസ്റ്റേണേഴ്സ് തെളിയിച്ചതിന് ശേഷമോ അതിനു മുമ്പോ പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യട്ടെ, ഇവിടെ ഉള്ളതെല്ലാം ഇല്ലാതെയാവോ? എപ്പോ പറഞ്ഞാലും അതിവിടെ ഉണ്ടെങ്കിലുണ്ട്, അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് വേണ്ടേ? വെസ്റ്റേൺ സയന്റിസ്റ്റുമാര് വിവരിച്ചത് അവരുടെ രീതിയിൽ വിവരിച്ചത് കൊണ്ട്, അതാണ് ഇന്ത്യക്കാരെ പഠിപ്പിച്ചത് എന്നുള്ളത് കൊണ്ട് വെസ്റ്റേൺ സയന്റിസ്റ്റിന്റെ ഭാഷ ഉപയോഗിച്ച് ഏൻഷ്യന്റ് ഇന്ത്യൻ സയൻസും ടെക്നോളജിയും വിവരിക്കുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഉള്ളവൻ അംഗീകരിക്കും. വാസ്തുവിദ്യ, സ്ഥാപത്യവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വാക്ക് തന്നെ പിന്തിരിപ്പനാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല. ഇതാരെങ്കിലും കൊണ്ട് അംഗീകരിപ്പിക്കല് ഗോപാലകൃഷ്ണന്റെയോ നമ്മളെ പോലെയുള്ളവരുടെയോ തലവേദനയോ വയറുവേദനയോ ഒന്നുമല്ല. ഈ നാടിലുള്ള പൈതൃകം അന്വേഷിച്ച് കണ്ടുപിടിച്ച് വേണമെങ്കിൽ അംഗീകരിക്കണം, വേണ്ടെങ്കിൽ അംഗീകരിക്കേണ്ട. അതിൽ ബാക്കിയുള്ളവർക്കുള്ള ഉത്തരവാദിത്വം പോലെ തന്നെ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർക്കും ഈ പുരോഗമനവാദിക്കാർക്കും ഇല്ലേ? റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും അതുപോലെ തന്നെ ചിതലരിച്ച EMSന്റെ പുസ്തകങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ, ഈ നാടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറെ ആശയങ്ങള് പ്രചരിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ, സുഭാഷ് ചന്ദ്രബോസിനെ പോലും കൊന്ന സ്റ്റാലിനെയും അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള ലെനിനെയും മാർക്സ് എംഗൽസിനെയും ഫ്രീഡിൽ കാസ്ട്രോയെയും വേറെ കുറെ ചെഗുവേര എന്ന് പറയുന്ന ഓരോന്നിനെയും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തത് പ്രചരിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ, സ്വന്തം അമ്മയുടെ ഭാരതമാതാവിന്റെ പൈതൃകത്തിന്റെ നന്മകൾ പ്രചരിപ്പിക്കുന്നതില് ഈ ദേശത്തുള്ളവർക്ക് എന്താ ഇത്രയധികം വേദന? ബുദ്ധിജീവികൾക്കും യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ഇവിടെ ഇല്ലാത്തത് പറയണം എന്നല്ലല്ലോ പറയുന്നത്.
ഉള്ളത് പറഞ്ഞാൽ എന്താ? ആകാശം ഇടിഞ്ഞു വീഴുവോ? അതല്ല, അവരുടെ ഉപജീവന മാർഗത്തിലെ മെമ്പർഷിപ്പ് അത് ക്ലോസ് ചെയ്തു പോവോ? അതാണെങ്കിൽ അത് പറഞ്ഞുകൂടെ? യഥാർത്ഥത്തിൽ ഈ നാടിന്റെ ശാപം എന്ന് പറയുന്നത് പാകിസ്ഥാൻകാർ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ചൈനക്കാര് അതിർത്തി പ്രശ്നം ഉണ്ടാക്കുന്നതല്ല, ബംഗ്ലാദേശുകാർ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറുന്നതല്ല പ്രശ്നം. ഇതിനകത്തുള്ള ബുദ്ധിജീവികളും യുക്തിവാദികളും നിരീശ്വരവാദികളും എന്ന് പറയുന്ന ക്യാൻസറുകൾ, ആ ക്യാൻസർ സെല്ലാണ് ഈ നാടിനെ ഇത്രയും കാലം പുറകോട്ട് കൊണ്ടുപോയത്. ആ പുറകോട്ട് കൊണ്ടുപോകാൻ 1947 ശേഷം വിദേശികളെ എതിർക്കുകയും വിദേശികളെ പുറത്താക്കുകയും ക്വിറ്റ് ഇന്ത്യ എന്ന സമരം നടത്തുകയും എല്ലാം ചെയ്തവർ തന്നെ ആ ഇംഗ്ലീഷുകാരെ ചവച്ചു തുപ്പിയത് ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ചിട്ട് ഇവിടെ ഒന്നുമില്ലെന്ന് പ്രഖ്യാപിപ്പിച്ച് നമ്മളുടെ ആത്മാഭിമാനം പോലും ഇല്ലാതെയാക്കി. അപ്പോ അങ്ങനെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ്, എന്റെ തറവാട്ടിൽ ഒന്നുമില്ല എന്ന് പറയുന്നതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വമില്ലേ? അയൽവക്കത്തുള്ളവൻ എന്റെ തറവാട്ടിനകത്ത് ഇതെല്ലാം ഉണ്ടെന്ന് പറയുമ്പോ നീ ആരുടെ എന്റെ തറവാട്ടിനെ കുറിച്ച് പറയാൻ? എന്റെ തറവാട്ടിൽ ഒന്നുമില്ലെന്ന് എനിക്കറിയാമല്ലോ എന്ന് മാനസിക രോഗികളെ പോലെ പുലമ്പുന്ന കുറെ യുക്തിവാദികളും കുറെ കമ്മ്യൂണിസ്റ്റുകാരും കുറെ ബുദ്ധിജീവികളും അവരാണ് ഈ നാടിനകത്തെ ശാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറേയധികം കൊഴിഞ്ഞു പോവുകയും കുഴഞ്ഞു വീഴുന്നതുമെല്ലാം സ്വന്തം നാട്ടിനകത്ത് ആരെങ്കിലും പഠിച്ച് അതിൽ ധാരാളം കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ചെലവഴിച്ച് ഇന്റർനെറ്റിൽ നോക്കിയാൽ പോലും കിട്ടുന്നതായിട്ടുള്ള അറിവുകളുണ്ട്. റഫറൻസോട് കൂടിയാണ് ഇതെല്ലാം പറയുന്നത്. സെമി മിത്തോളജിക്കൽ പുസ്തകം എന്നുള്ളതിന് സെമി മിത്തോളജിക്കൽ സ്ഥാനം കൊടുത്ത് വിശദീകരിച്ചാൽ പോലും അതിനകത്ത് അവാച്യമായ, ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നത്, വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള വിവരണാതീതമായ ശാസ്ത്രത്തിന്റെ അറിവുകളുണ്ട്. അപ്പോ നമ്മുടെ നാടിന്റെ മിത്തോളജിക്കൽ അറിവുകളെ അത് ശാസ്ത്രമാണെന്ന് വ്യാഖ്യാനിച്ച് കുറെ ദേശസ്നേഹികള് ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുന്നതിനെ എതിർക്കാൻ വെറുതെ ഉറക്ക നിലവിളിക്കുകയും മുദ്രാവാക്യം വിളിച്ചിട്ട് തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കലുമല്ല വഴി. ബുദ്ധിജീവികളാണെങ്കിൽ, യുക്തിവാദികളാണെങ്കിൽ ആ ബുദ്ധിയും യുക്തിയും വിവരണങ്ങളിൽ കിട്ടണം. ഭാസ്കരാചാര്യർ രണ്ടാമൻ പറഞ്ഞിരിക്കുന്ന വരി ഇതാണ്, നിങ്ങൾ പറയുന്ന മാതിരി അല്ല എന്നൊന്ന് പറയാൻ പറ്റണ്ടേ? അതിന് ഭാസ്കരാചാര്യർ എന്ന് പറഞ്ഞ ആളുടെ പേര് കേട്ടാലല്ലേ മനസ്സിലാവുള്ളൂ. ഏതെങ്കിലും വിധത്തില് ഭാസ്കരാചാര്യർ ആരാണെന്ന് തിരിച്ചറിഞ്ഞാലേ ഭാസ്കരാചാര്യർ എഴുതിയ പുസ്തകം എന്താണെന്ന് അറിയുള്ളൂ. ഈ ലോകത്തിലെ പലതും പഠിച്ച് വിദേശത്ത് നിന്ന് പലതും ഇറക്കുമതി ചെയ്ത് അതിൽ കിടന്ന് കളിച്ച് കുറെ ഇലക്ഷൻ ജയിച്ച് കൈയിട്ട് വാരാൻ പറ്റുന്നിടത്തോളം വാരി ഓരോ ഗ്രാമങ്ങളിലും പാർട്ടി ഓഫീസും അതിനെയൊക്കെ നിയന്ത്രിക്കാൻ തിരുവനന്തപുരത്ത് ഒരു ഓഫീസും ഒക്കെ ഉണ്ടാക്കി നടന്നവർക്ക് റഷ്യയും ചൈനയും ക്യൂബയും ഹംഗറിയും 17 രാജ്യങ്ങളായിട്ട് അപ്പം പൊട്ടുന്ന മാതിരി പപ്പടം പൊട്ടുന്ന മാതിരി പൊട്ടിയ USSRും എല്ലാം പഠിക്കാൻ നേരം കിട്ടിയപ്പോൾ സ്വന്തം മക്കളെയെങ്കിലും ഒന്ന് പഠിപ്പിക്കായിരുന്നില്ല ഈ നാടിന്റെ പൈതൃകം എന്താണെന്ന്? അങ്ങനെ പഠിപ്പിച്ചിരുന്നു എങ്കിൽ ഇന്ന് മക്കളും ഭാര്യമാരും എല്ലാം അമ്പലത്തിലേക്ക് പോവുകയും അവനവന്റെ മക്കളെയും ഭാര്യയെയും പോലും മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഈ ലോകത്തെ മാറ്റാൻ ഇറങ്ങി പുറപ്പെട്ടവര് പറയുന്നത് കേട്ട് മാറിയ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു തോന്നുന്നുണ്ടോ? എങ്കിലും ഇലക്ഷന് ജയിച്ചേക്കാം. ഇലക്ഷന് ജയിക്കലല്ല മനുഷ്യ മനസ്സുകളിൽ മാറ്റമുണ്ടാക്കി എന്നുള്ളതിന് പ്രൂഫായിട്ട് നിൽക്കുന്നത്. ആരുമില്ലെങ്കിൽ ഏത് കുരുടനും ഏത് കോങ്കണ്ണനും ഏത് മുടന്തനും ഏത് മുറിമൂക്കനും ജയിച്ചു എന്ന് വരും. പിന്നെ കുറച്ച് കള്ളും കുറച്ച് കാശും ഒക്കെ കൊടുത്താലും ജയിച്ചു എന്ന് വരും. അതെല്ലാം ഈ നാടിന്റെ പൈതൃകത്തെ അവഹേളിക്കുന്നതിന്റെ അംഗീകാരമാണെന്ന് ധരിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ചിലപ്പോൾ ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കേണ്ടി വരുന്നത്. അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും പഠിക്കാൻ ഈശ്വരാനുഗ്രഹം ഉണ്ടായി എന്ന വ്യക്തികൾക്ക്. അപ്പോ ഞാൻ ഇന്ന് സെമി മിത്തോളജിക്കൽ പുസ്തകത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നലെ മിത്തോളജിക്കൽ പൗരാണിക ഗ്രന്ഥങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇന്ന് അർദ്ധ പൗരാണിക ഗ്രന്ഥങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ശരിക്കും വാദിക്കാൻ വേണ്ടി തന്നെയാണ്. അത് വാദിക്കാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ അത് പുരാണവുമായിട്ട് ഒരു ബന്ധമില്ല. ഋഗ്വേദത്തിന്റെ ഉപവേദം എന്ന സ്ഥാനം ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ അർദ്ധ പൗരാണിക ഗ്രന്ഥങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞേ ഉള്ളൂ. നാളെ പ്യുവർലി നോൺ മിത്തോളജിക്കൽ
പൂർണ്ണമായിട്ടും ഭൗതിക ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഇതേപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ടായിരിക്കും. മറ്റുള്ളവരെ പ്രചരിപ്പിക്കുക, മറ്റുള്ളവരോട് ഇത് അറിയിക്കുക. ഏതായാലും തളരാതെ നമ്മുടെ നാട് എന്താണെന്ന് ലോകത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ ഈ യൂട്യൂബ് കാണുന്നവർക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചീപ്പായിട്ടുള്ള ചോദ്യങ്ങളല്ല, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. അറിയാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവര്, അറിയിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവര് വേറെ ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ചാൽ ഉത്തരം അറിഞ്ഞുകൂടായെങ്കിൽ അറിഞ്ഞുകൂടാ എന്ന് പറയാനുള്ള മനസ്സുകൂടി വേണം. അറിഞ്ഞുകൂടാ എന്ന് പറയാനുള്ള തുറന്ന മനസ്സ് വേണം. അറിഞ്ഞുകൂടാ എന്ന് പറയാനുള്ള ഗട്സ് വേണം. അറിയാമെന്ന് പറയുന്നതിന് എത്ര ഗട്സ് ആവശ്യമാണോ അത്രയും ഗട്സ് വേണം അറിഞ്ഞുകൂടാ എന്ന് പറയാനും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. കാരണം ബൈബിൾ എന്നൊരു പുസ്തകമേ ഉള്ളൂ. അത് അച്ഛന്മാരോ ക്രിസ്ത്യാനികളോ ജീവിതത്തിൽ വായിച്ചിട്ടില്ല. ഒരിക്കൽ വായിച്ച പിന്നെ അവർ ക്രിസ്ത്യാനിയായിട്ട് തുടരുകയുമില്ല. അതുപോലെ ഖുർആൻ എന്നുള്ളത് അർത്ഥം അറിഞ്ഞുകൊണ്ട് ഒരു മുസ്ലിമും വായിച്ചിട്ടുണ്ടാവില്ല. 5 നേരം നിസ്കരിക്കുമ്പോൾ ഒരു ബോധമില്ലാത്ത മൗലവി പറഞ്ഞു കൊടുക്കുന്നതും സക്കീർ നായിക്കിനെ പോലെയും MM അക്ബറെ പോലെയും ഉള്ളവര് വിളിച്ചു കൂവുന്നത് മാത്രമാണ് സയൻസും ശാസ്ത്രവും ഖുർആനും എന്ന് പറഞ്ഞ് നടക്കുന്നവര് അത് ശരിക്കും വായിച്ചിട്ടുണ്ടാവില്ല. അപ്പോ അവരെ പോലെ ഒന്നും വായിക്കാതെ എന്റെ ദൈവം, എന്റെ വഴി, എന്റെ പുസ്തകം, എന്റെ രീതി, എന്റെ പുണ്യസ്ഥലം, എന്റെ തീർത്ഥയാത്ര മാത്രമാണ് ലോകം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ യുക്തിവാദികള് ഒന്ന് ശരിക്ക് പഠിച്ച് ഉള്ളത് ഇതാണ്, ഇല്ലാത്തത് ഇതാണെന്ന് ചങ്കൂറ്റത്തോടുകൂടി പറയണമെങ്കിൽ 10 ജന്മം വേണം പഠിക്കാൻ. അതിൽ 10% ഉപയോഗിച്ച ഒരു ജന്മത്തെ നന്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഞാനും വരാൻ തയ്യാറാ വാദിക്കാനുണ്ടെങ്കിൽ. അപ്പോ അത് വാദിക്കാനും ജയിക്കാനും വേണ്ടിയൊന്നുമല്ല, അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വരാൻ തയ്യാറാണെന്നും പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.